ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നൊരു സംശയം, നമ്മളുടെ മെൻറ്ററിങ് കോച്ചിങ് സെഷനിലൊക്കെ നമ്മൾ പലയിടത്തും ഈ ലീഡർഷിപ്പിനെ കുറിച്ച് പറയാറുണ്ട്, നമ്മൾ കേൾക്കാറുമുണ്ട്. പൊതുവെ നമ്മൾ വളരെ വൈഡ് സ്പ്രെഡായിട്ട് കേൾക്കുന്ന ഒരു ടേമാണ് ലീഡർ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അപ്പം ലീഡർഷിപ്പിനെ കുറിച്ചാണ് നമുക്ക് ശരിക്കും, കാരണം എല്ലാവർക്കും ലീഡറാകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനേക്കാളുപരി നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാവരും ലീഡറാവേണ്ട ആവശ്യമില്ല. നമ്മൾ പൊതുരംഗത്താണല്ലോ നമ്മൾ ഈ ഒരു ടെർമിനോളജി അല്ലെങ്കിൽ ഈ ഒരു സ്റ്റാറ്റസിൻ്റെ, ലീഡർഷിപ്പ് ഒരു സ്റ്റാറ്റസ് അല്ല ആക്ച്വലി. എന്നാലും നമ്മൾ പൊതുവേ ലീഡർ അല്ലെങ്കിൽ ലീഡർഷിപ്പൊക്കെ നമ്മൾ കേൾക്കുന്നത് ബാഹ്യമായിട്ടുള്ള നമ്മുടെ സമൂഹത്തിലും പല സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ രാഷ്ട്രീയം, പൊളിറ്റിക്കൽ ലീഡർ അല്ലെങ്കിൽ ബിസിനസ് ലീഡർ, ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. ഓഫ് കോഴ്സ് ദർ ആർ ലീഡേഴ്സ് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ നമുക്ക് ഏറ്റവും ഈ ലീഡർഷിപ്പ് എന്നുള്ളൊരു അവസ്ഥ നമുക്ക് ആവശ്യമായി വരുന്നത് നമ്മളുടെ പേഴ്സണൽ ലൈഫിലാണ് നമുക്ക് ലീഡർഷിപ്പ് വളരെ അത്യാവശ്യമുള്ളത്. അതാണ് പലരും ചോദിക്കുന്നത്. പേഴ്സണൽ ലൈഫിൽ ലീഡർഷിപ്പ് വേണമെന്ന് ചോദിക്കാറില്ല. പക്ഷേ നമ്മൾ വ്യക്തികളുടെ ലൈഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രസ്സസ്, എന്താണ് പറയുന്നത്, അതിൻ്റെ ഒരു മുന്നേറ്റം, ഇതുപോലുള്ള കാര്യങ്ങൾ വ്യക്തികളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം അന്വേഷിക്കുമ്പോൾ, അത് പല വ്യക്തികളും അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർ ഡിസാറ്റിസ്ഫൈഡാണ്. അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളെ മാറ്റുവാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചേഞ്ച്, നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഇമ്പ്രൂവ്മെൻറ്റ്, അവരുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒട്ടനവധി പ്രശ്നങ്ങളാണ് മനുഷ്യൻ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറയും, ഇപ്പോൾ നമ്മളൊരാളുടെ ഒരു വാട്ട് ഈസ് യുവർ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ വേഗമായിട്ട് ക്ലിയർ അല്ലാത്ത രീതിയിൽ ആയിരിക്കും അവർ പറയുന്നത്. മൈ പ്രോബ്ലം ഈസ് ഫിനാൻഷ്യൽ, അല്ലെങ്കിൽ മൈ പ്രോബ്ലം ഈസ് ഹെൽത്ത് ഇഷ്യൂ ആണ്, ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ കരിയർ ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ്. ഇതൊക്കെ തന്നെയാണല്ലോ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞത്. ഇല്ല, ആരും ആൾക്കാരുടെ അവരുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇഫ് എ പേഴ്സൺ ഈസ് ഇഗ്നോറൻറ്റ്, ഒരു വ്യക്തി ഇഗ്നോറൻ്റ് ആണെന്ന് ഇരിക്കട്ടെ, ദർ ആർ എ ലോട്ട് ഓഫ് പീപ്പിൾ ഹൂ ആർ ഇഗ്നോറൻ്റ് ഓൾസോ, ഇല്ലേ? ഇഗ്നോറൻ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട്. ബട്ട് നമ്മൾ അവരുടെ പ്രശ്നം ചോദിക്കുമ്പം ദേ വിൽ നോട്ട് സേ ദാറ്റ് മൈ പ്രോബ്ലം ഈസ് ദാറ്റ് ഐ ആം ഇഗ്നോറൻറ്റ്, ഐ ആം എൻ ഇഗ്നോറൻറ്റ് പേഴ്സൺ. ഞാനൊരു ഇഗ്നോറൻറ്റ് പേഴ്സൺ ആണെന്ന് ഒരിക്കലും ആരും പറയാറില്ല. ബാക്കിയൊക്കെ അവർ ആളും തരമൊക്കെ അനുസരിച്ചിട്ട് അവർ ഷെയർ ചെയ്യാറുണ്ട് എല്ലാവരോടും. അല്ലെങ്കിൽ തന്നെയും ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഷെയർ ചെയ്യാറുണ്ടായിരിക്കും. റിലേഷൻഷിപ്പ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ ഫാമിലിയിലുണ്ട്, നമ്മുടെ ഫാമിലിക്ക് പുറത്ത് നമ്മുടെ അസോസിയേഷൻസിൽ വരുന്ന, ഇപ്പം ജോലി ചെയ്യാൻ പോകുന്നിടത്ത് അല്ലെങ്കിൽ മറ്റ് പല മേഖലകളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന മറ്റ് ഹ്യൂമൻ ബീയിങ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പിലുണ്ടാകുന്ന ഇഷ്യൂസൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരു മനുഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ പലരെ സംബന്ധിച്ചൊരു പ്രോബ്ലംസാണ്. പിന്നെ ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പലർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. പിന്നെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും കരിയറുമായിട്ട് ബന്ധപ്പെട്ട് ഏർപ്പെടുന്ന ആൾക്കാർക്ക് അവരുടെ കരിയറുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങളാണ് ഹ്യൂമൻ ബീയിങ്സായിട്ടുള്ള നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിന് കാരണം ഇമ്മീഡിയറ്റ്ലി വി ബ്ലെയിം അതർ പീപ്പിൾ. നമ്മൾ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുന്നു, സാഹചര്യങ്ങളെ കുറ്റം പറയുന്നു. അങ്ങനെ നമ്മൾ എസ്കേപ്പ് ചെയ്യുന്നു. ആക്ച്വലി നമ്മൾ മീൻസ് എ ലോട്ട് ഓഫ് പീപ്പിൾ ഒത്തിരി ആൾക്കാരും എസ്കേപ്പ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ ഈ പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നും അല്ലെങ്കിൽ അവരുടെ റോൾ എന്താണെന്നും അവരുണ്ടാക്കുന്ന കാരണങ്ങൾ എന്താണെന്നൊന്നും ആരും അതിനെക്കുറിച്ച് ബോധ്യം ഉള്ള ആൾക്കാരില്ല. മറ്റുള്ളവരെ കുറ്റം പറയുക എന്നുള്ള എളുപ്പ വഴിയാണ്. ഇറ്റ്സ് ക്വൈറ്റ് ഈസി.
അല്ലേ? വളരെ എളുപ്പമാണ്. എല്ലാവരെ സംബന്ധിച്ചും മറ്റുള്ളവരെ കുറ്റം പറയുക, അല്ലെങ്കിൽ എക്സ്ക്യൂസസ് കണ്ടെത്തുക, അല്ലെങ്കിൽ നമ്മൾ സാഹചര്യങ്ങളെ കുറ്റം പറയുക, ഇതൊക്കെയാണ് ഒട്ടുമിക്ക മനുഷ്യരും സ്ഥിരമായി ചെയ്യാറുള്ളത്. വെൻ ദേ ഫേസ് പ്രോബ്ലംസ്, അല്ലെങ്കിൽ വെൻ ദേ ഫേസ് എനി കൈൻഡ് ഓഫ് ഇഷ്യൂ, ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ ഒക്കെ തന്നെ പ്രശ്നങ്ങൾ അവർ നേരിടുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെ കുറ്റം പറയുകയും സാഹചര്യങ്ങളെ കുറ്റം പറയുകയും ഒക്കെ തന്നെ ചെയ്യും. നമ്മുടെ വിഷയം എന്താണ്, എൻ്റെ തെറ്റെന്താണ്, അല്ലെങ്കിൽ ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് മീൻസ് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള പ്രശ്നം, അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള കറക്ഷൻ വേണ്ടത്, ഇതിനെക്കുറിച്ചൊന്നും ആരും ബോധ്യമുള്ളതായിട്ട് നമുക്ക് അറിയില്ല. ബട്ട് സ്റ്റിൽ പീപ്പിൾ ഫേസ് എ ലോഡ് ഓഫ് പ്രോബ്ലംസ്, അല്ലേ? വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങൾ പല കാലങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നമായിരിക്കും. ഇപ്പോൾ നമുക്ക് പണ്ട് ഫേസ് ചെയ്ത വിഷയമായിരിക്കത്തില്ല ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കത്തില്ല ഒരു പക്ഷേ ഫ്യൂച്ചറിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റൊരു സെയിം ഇഷ്യൂ തന്നെ ആയിരിക്കും, പക്ഷേ ഇതിൻ്റെ മറ്റൊരു വേർഷനോ ഡയമെൻഷനോ ഒക്കെ തന്നെ ആയിരിക്കും. അപ്പം ഇവിടെ എല്ലാം നമുക്ക് വേണ്ടത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്കൊരു പേഴ്സണൽ ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. നമ്മൾ മറ്റുള്ളവരെ ലീഡ് ചെയ്യും, അതിനൊക്കെ മിടുക്കന്മാരാണ് പലരും. പക്ഷേ നമ്മുടെ സ്വന്തം ലൈഫ്, നമ്മുടെ സ്വന്തം വിഷയങ്ങൾ, സ്വന്തം പ്രശ്നങ്ങൾ വരുമ്പോൾ വി ആർ നോട്ട് കേപ്പബിൾ ഇനഫ് ടു ലീഡ് അവർസെൽസ്. നമ്മളെ ലീഡ് ചെയ്യാൻ നമുക്ക് കഴിയത്തില്ല. ബട്ട് വി ആർ ലെറ്റിംഗ് അതർ പീപ്പിൾ ടു ലീഡേഴ്സ്, അല്ലെ? മറ്റുള്ളവരെ നമ്മൾ അനുവദിക്കാറുണ്ട് നമ്മളെ ലീഡ് ചെയ്യാൻ വേണ്ടി. ബട്ട് വി ആർ എ ഫെയിലിയർ ആസ് ഫാർ ആസ് ലീഡിങ് അവർസെൽസ് ഈസ് കൺസേൺഡ്. അതുകൊണ്ട് നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഏറ്റവും അത്യാവശ്യം പേഴ്സണൽ ലീഡർഷിപ്പാണ്. നമ്മുടെ ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും ലൈഫിനകത്തിൽ പ്രോഗ്രസ്സും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുമൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാൻ വി നീഡ് ടു ബി എ ലീഡർ ഇൻ അവർ പേഴ്സണൽ ലൈഫ്സ്. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്കൊരു ലീഡർ ആകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പേഴ്സണൽ ലീഡർഷിപ്പ് ലൈഫിൽ വളരെ അത്യാവശ്യമാണ്. പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ലീഡർഷിപ്പ് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേഴ്സണൽ ലീഡർഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നത്തിങ് ബട്ട് ഒരു ലീഡറിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ടുവേർഡ്സ് ഹിസ് ഓർ ഹെർ ഫോളോവേഴ്സ്. ഇപ്പോൾ ലീഡർ എന്ന് പറയുമ്പോൾ ഫോളോവേഴ്സ് എന്ന് പറയുന്നത്, ലീഡറുണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്. അല്ലെങ്കിൽ ആ ലീഡർ ലീഡ് ചെയ്യുന്ന ഒരു പാക്ക് ഓഫ് പീപ്പിളുണ്ട്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവരാരും ആയിക്കോട്ടെ, കമ്പനിയിലെ ബോസ്, എംപ്ലോയീസ് ആകാം, പൊളിറ്റിക്കൽ ലീഡർ, അതിന് താഴെയുള്ള ആൾക്കാരാകാം, അല്ലെങ്കിൽ സോഷ്യൽ മേഖലകളിലെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഒരു നാഷണൽ ലീഡർ, ജനങ്ങൾ, സിറ്റിസൺസ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലീഡർ, ഫോളോവേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലീഡറിൻ്റെ ശരിക്കുള്ള റോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹി ഹാസ് ടു ഗൈഡ് ദ പീപ്പിൾ. ജനങ്ങൾക്ക് അതിന് താഴെയുള്ള, അതായത് ആരാണ് ലീഡ് ചെയ്യുന്ന ആ വ്യക്തികൾക്ക് ശരിയായിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഒരു ലീഡറിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരവാദിത്വം. ദ ട്രൂ റെസ്പോൺസിബിലിറ്റി ഓഫ് എ ലീഡർ സ്റ്റാർട്ട്സ് വെൻ ഹി ഷോസ് ദ റൈറ്റ് ഡയറക്ഷൻ ടു ഹിസ് ഫോളോവേഴ്സ്, ടു ഹിസ് ഓർ ഹെർ. ആരാണോ ലീഡർ, ആണായാലും പെണ്ണായാലും, അതുകൊണ്ടാണ് ഹിസ് ഓർ ഹെർ എന്ന് പറയുന്നത്. ശരിയായിട്ടുള്ള ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക. പക്ഷേ അതെല്ലാം നടക്കുന്നു എന്നുള്ളവരും നമുക്കറിയാം. ഒട്ടുമിക്ക ആൾക്കാരും ലീഡർ എന്നുള്ള പേരേ ഉള്ളൂ, ബട്ട് ദേ ആർ നോട്ട് ട്രൂ ലീഡേഴ്സ്. അത് വേറൊരു വിഷയം. വി ആർ ടോക്കിംഗ് അബൌട്ട് ട്രൂ ലീഡേഴ്സ്, ജെനുവിൻ ലീഡേഴ്സ്, അല്ലെങ്കിൽ പീപ്പിൾ ഹൂ വാണ്ട് ടു ബി ട്രൂ ലീഡേഴ്സ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ലീഡർഷിപ്പ് ഏറ്റെടുക്കുമ്പോൾ അതുവഴി നമുക്ക് നല്ല ഡയറക്ഷൻ, എന്നുവെച്ചാൽ നമ്മളുടെ ലൈഫിനെ നമുക്ക് എങ്ങോട്ടാണ് കൊണ്ടുപോകേണ്ടെന്നുള്ള ഡയറക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ വി ആർ ട്രൂ ലീഡേഴ്സ്. ഒട്ടുമിക്ക ജനങ്ങളുടെയും കാര്യത്തിൽ അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ബിക്കോസ് ദേ ആർ നോട്ട് ഹാവിങ് പേഴ്സണൽ ലീഡർഷിപ്പ് നമുക്കില്ല. തീർച്ചയായിട്ടും പേഴ്സണൽ ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു കാര്യം സംഭവിക്കത്തുമില്ല. ഏത് റൈറ്റ് ഡയറക്ഷൻ. നമ്മൾ ജീവിക്കുന്നുണ്ട്. എല്ലാ ദിവസവും രാവിലെ വി ആർ വേക്കിംഗ് അപ്പ്, നമ്മൾ എഴുന്നേൽക്കുന്നു, വി ആർ ഡൂയിങ് സംതിങ് ഹിയർ ആൻഡ് ദർ, ആൻഡ് വി ആർ എൻഡിങ് അവർ ഡേ, ആൻഡ് ദെൻ അഗെയിൻ ദ സെയിം ഡേ, അഗെയിൻ the next day we do repeat this process over and over again, ille? But we are not moving in the right direction.
a lot of people, plenty of people, majority of people are not moving in the right direction just because അവർക്ക് പേഴ്സണൽ ലീഡർഷിപ്പ് ഇല്ല അവരുടെ പേഴ്സണൽ ലൈഫിൽ. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ലീഡർഷിപ്പ് വളരെ അത്യാവശ്യമാണ്. നമുക്ക് കൃത്യമായി ചെയ്യേണ്ടത് എന്താണ്, ചെയ്യരുതാത്തത് എന്താണ്, അറ്റ്ലീസ്റ്റ് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഒരു കാലഘട്ടത്തിൽ, പ്രത്യേക കാലഘട്ടത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ഡയറക്ഷനിലേക്കാണ് പോയാൽ നമ്മുടെ ലൈഫിനെ നമുക്ക് പ്രോഗ്രസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. ആ ഡയറക്ഷനെ നമ്മൾ തിരിച്ചറിയുകയും ആ ഡയറക്ഷനിൽ കൂടെ നമ്മൾ യാത്ര ചെയ്യുകയും ചെയ്യുമ്പം നമുക്ക് ട്രൂ ലീഡർഷിപ്പുണ്ട്. പേഴ്സണൽ ലൈഫിൽ ട്രൂ ലീഡർഷിപ്പുണ്ട്. ഇത് മറ്റാരും നമുക്ക് കാണിച്ചു തരത്തില്ല. ശരിക്കും ചില മിനിമം ഇൻസ്പിറേഷൻ നമുക്ക് നമ്മുടെ ബാഹ്യമായിട്ടുള്ള സമൂഹത്തിൽ നിന്നും ലോകത്തിൽ നിന്നും നമുക്ക് ലഭിക്കും. പക്ഷേ ദാറ്റ് വോണ്ട് ബി ഇനഫ്. നമ്മൾ സ്വയം പ്രിപ്പയർഡ് ആകുക ടു ലീഡ് അസ് ഫോർവേഡ്. നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ നമ്മളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് പേഴ്സണൽ ലൈഫിൽ. നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ചേഞ്ച് ചെയ്യാനും ട്രാൻസ്ഫോം ചെയ്യാനും, അതായത് നമ്മുടെ ലൈഫിനെ പ്രോഗ്രസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും നമ്മൾ സ്വീകരിക്കേണ്ട ഏറ്റവും കൃത്യമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി എ ട്രൂ ലീഡർ. നമ്മൾ സ്വയം ഒരു ട്രൂ ലീഡറാകുക എന്നുള്ളതാണ്. ആ ലീഡർഷിപ്പിൽ കൂടെ മാത്രമേ നമുക്ക് ഡയറക്ഷൻ ലഭിക്കത്തുള്ളൂ. ആ ലീഡർഷിപ്പ് മാത്രമേ നമ്മളെ ഗൈഡ് ചെയ്യാൻ സഹായിക്കത്തുള്ളൂ. നത്തിങ് എൽസ്, മറ്റൊന്നും തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. നമ്മൾ ആരെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താലും, ആരെയൊക്കെ നമ്മൾ വിശ്വസിച്ചാലും, നത്തിങ് വിൽ ഹാപ്പൻ അണ്ടിൽ ആൻഡ് അൺലെസ് യു ബിക്കം എ ട്രൂ ലീഡർ ഇൻ യുവർ ഓൺ ലൈഫ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ട്രൂ ലീഡറാകുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ലീഡർഷിപ്പിൻ്റെയും ട്രൂ ലീഡർഷിപ്പിൻ്റെയും റോള് ഇന്നത്തെ ലോകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ട്രൂ ലീഡർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ട്രൂ ലീഡർഷിപ്പ് എടുക്കുന്നില്ലെങ്കിൽ, അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ, യു കനോട്ട് ഇമ്പ്രൂവ് ദ ക്വാളിറ്റി ഓഫ് യുവർ ലൈഫ്. ലൈഫിൻ്റെ ക്വാളിറ്റിയെ നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കത്തില്ല, ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. യു വിൽ എവർ ബിക്കം എൻ ആവറേജ് കൈൻഡ് ഓഫ് പേഴ്സൺ ആൻഡ് യു ആർ റിമൈനിങ് എ മീഡിയോക്കർ എന്ന് നമ്മൾ പറയും. വളരെ ആവറേജ് ആയിട്ടുള്ളൊരു വ്യക്തി ആയിട്ട് മാത്രം നമുക്ക് ജീവിക്കാനേ സാധിക്കത്തുള്ളൂ ഇഫ് യു ആർ നോട്ട് എ ട്രൂ ലീഡർ. അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ പേഴ്സണൽ ലീഡർഷിപ്പ് നമ്മൾ ആ ഒരു ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ. സോ ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി because you are responsible to your own life and you are proving that you are becoming a true leader to yourself and you are having personal leadership in your life. So that can only help you despite having a lot of inspiration, motivation and a lot of similar things from other people, from the external environment. പുറത്ത് നമുക്ക് എന്തൊക്കെ ലീഡർഷിപ്പിൻ്റെ ലെസൺസ് കിട്ടിയാലും മോട്ടിവേഷൻ കിട്ടിയാലും ഇൻസ്പിറേഷൻ കിട്ടിയാലും those things cannot help us at the end of the day until and unless you become a true leader to yourself and thereby you are proving that you are capable enough to show you the right direction and to discriminate between the do's and do nots in a certain period of time in your life. So that is called true leadership. That is called the personal leadership. So personal leadership is absolutely essential. Personal leadership is absolutely required in the modern world in which we are living. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ആധുനിക ലോകത്ത് നമുക്ക് ട്രൂ ലീഡർഷിപ്പ്, പേഴ്സണൽ ലീഡർഷിപ്പ് വളരെ അത്യാവശ്യമാണ്. സോ ഇന്നത്തെ കാലഘട്ടത്തിൽ സക്സസ്ഫുള്ളും അൺസക്സസ്ഫുൾ ആയിട്ടുള്ള വ്യക്തികളെ തമ്മിൽ നമുക്ക് എങ്ങനെ വേർതിരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലി ഓൺ ദ ബേസിസ് ഓഫ് ദിസ് critical factor. If you are having a personal leadership style in your life, you are likely to succeed. And if you don't have true leadership in yourself, you are unlikely to succeed. മനസ്സിലായില്ല എന്നുവെച്ചാൽ നമ്മൾ ട്രൂ ലീഡർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് വിജയിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും ഒരേ രീതിയിലല്ല വിജയിക്കുന്ന, ഓരോ വ്യക്തികൾക്കും വിജയം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ബിക്കോസ് നമ്മളെല്ലാം ഒരുപോലല്ല ഫങ്ഷൻ ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്, ഒരേ ലക്ഷ്യത്തിന് വേണ്ടിയല്ല നമ്മൾ നീങ്ങുന്നത്.
സോ സക്സസ് ഡിഫേഴ്സ് ഫ്രം പീപ്പിൾ ടു പീപ്പിൾ. വ്യക്തികൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാകും സക്സസ്. ബട്ട് സ്റ്റിൽ വി ക്യാൻ സേ ദാറ്റ് people would like to be successful, people are becoming successful. So that success can be attained only if you are having true leadership in yourself, if you are a true leader to yourself, and thereby you are getting the right direction and the exact knowledge of what is to be done and what is not to be done. And if you are not having true leadership in you, that cannot help you in becoming successful, and that can only give you an average kind of life, and you will ever remain so. എന്നും നമ്മൾ ആവറേജ് ആയിരിക്കും, എന്നും നമ്മൾ മീഡിയോക്കർ ആയിരിക്കും. സോ പേഴ്സണൽ ലീഡർഷിപ്പ് ഈസ് അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബി എ ലീഡർ ഇൻ യുവർ ഓൺ ലൈഫ്, ബി എ ട്രൂ ലീഡർ ഇൻ യുവർ ഓൺ ലൈഫ്, ഹാവ് പേഴ്സണൽ ലീഡർഷിപ്പ് ഇൻ യുവർ ലൈഫ്. ഇതാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ മാറ്റർ അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ്റെ ഒരു ആൻസർ, അതിൻ്റെ എക്സ്പ്ലനേഷനുകൾ. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ പേഴ്സണൽ ലീഡർ ആകുക. ആ പേഴ്സണൽ ലീഡർഷിപ്പ് നമ്മുടെ ലൈഫിനെ നയിക്കാൻ വേണ്ടിയായിരിക്കണം, നേരായ ദിശയിൽ നമ്മളെ നയിക്കാൻ വേണ്ടിയായിരിക്കണം. നേരായ ദിശയിൽ നമ്മൾ നയിക്കുക എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വി ആർ മൂവിങ് ദ റൈറ്റ് ഡയറക്ഷൻ, വി ആർ മൂവിങ് ദ പോസിറ്റീവ് ഡയറക്ഷൻ എന്നൊക്കെയുള്ള ഞാൻ അർത്ഥമുള്ളത്. അപ്പോൾ അത് നമ്മൾ തീരുമാനങ്ങൾ നല്ലതായിരിക്കും, ചോയ്സസ് നല്ലതായിരിക്കും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് റീസണബിളായിരിക്കും, ഫേവറബിളായിരിക്കും, നമ്മുടെ ലൈഫിനെ പ്രോഗ്രസ് ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും. അതല്ലെങ്കിൽ മറിച്ചായിരിക്കും അതിൻ്റെ റിസൾട്ട്, ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നിങ്ങളെ കൺവിൻസ് ചെയ്യാനുള്ളത്. അപ്പം ലൈഫിൽ പേഴ്സണൽ ലീഡർഷിപ്പ് എന്നുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുക. ആൻഡ് യു ലീഡ് യുവർ സെൽഫ് ടു എ ഗുഡ് ഡെസ്റ്റിനേഷൻ ആൻഡ് ടു എ ഗുഡ് ഗോൾ. Okay, thank you and have a wonderful day.